നമസ്തേ. ശിവക്ഷേത്രങ്ങളിൽ സാധാരണ നമ്മൾ മുഴുവൻ പ്രദക്ഷിണം പൂർത്തിയാക്കാറില്ല, അപ്രദക്ഷിണമാണ് നടത്താറ്. നമുക്ക് ഇന്ന് അതിൻ്റെ ആരും അധികം വിശദീകരിക്കാത്ത കാര്യങ്ങൾ ഒന്ന് നോക്കിയാലോ. ഈശ്വര സങ്കല്പങ്ങളിൽ വളരെ സവിശേഷകരമായ മൂർത്തിയാണ് പരമശിവൻ. ശിവപൂജകളിലും ആചാരങ്ങളിലും ആ പ്രത്യേകതകൾ കാണുന്നുമുണ്ട്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം എന്നത്. ശിവക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ടത് അർദ്ധപ്രദക്ഷിണം അല്ലെങ്കിൽ അപ്രദക്ഷിണമാണ്. അതായത് ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താറില്ല. ക്ഷേത്രത്തിന്റെ ഓവ് ഭാഗം വരെ എത്തി തിരിച്ച് വീണ്ടും എതിർദിശയിലൂടെ ഓവിനടുത്തെത്തിയാണ് നമ്മൾ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. ശിവന്റെ തിരുജടയിൽ വസിക്കുന്ന ഗംഗാദേവി കടന്നു പോകുന്നതിനാൽ ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ച് കടക്കരുത് എന്ന കഥകൾ പലരും കേട്ടിട്ടുണ്ടാവും. ശിവാഗമ ചൂടാമണിയിൽ സോമസൂത്രം ന ലംഘയേൽ, അതായത് ശിവക്ഷേത്രത്തിലെ സോമസൂത്രം മറികടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയുടെ ഉത്തരഭാഗത്ത് നിന്ന് സോമസ്ഥാനം വരെ പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സോമസൂത്രം. അത് ക്ഷേത്രത്തിന്റെ ഓവിന്റെ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശിവക്ഷേത്ര പ്രദക്ഷിണത്തെ സവ്യാപസവ്യം എന്നാണ് പറയുന്നത്. സവ്യം എന്നാൽ പൂർണ്ണമായ പ്രദക്ഷിണവും അപസവ്യം എന്നാൽ അപ്രദക്ഷിണവും എന്നാണ് അർത്ഥം. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ആദ്യം മുക്കാൽ ഭാഗം പൂർത്തിയാക്കി വന്ന ദിശയിലൂടെ തിരികെ കാൽഭാഗം കൂടി പൂർത്തിയാക്കുന്നതിനാലാണ് സവ്യാപസവ്യം എന്ന് ഈ പ്രദക്ഷിണത്തെ പറയുന്നത്. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം സംബന്ധിച്ച പല ഐതിഹ്യങ്ങൾ നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ വേളയിൽ വടക്ക് വശത്ത് ഓവ് മുറിച്ചു കടക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോമസൂത്രം എന്ന അദൃശ്യ ശക്തി രേഖയുള്ള ഒരു സ്ഥാനമാണിത് എന്ന് മാത്രമല്ല, ശിവശിരസിൽ നിന്നും പ്രവഹിക്കുന്ന ഗംഗയുടെ സ്ഥാനം കൂടിയായി ഇതിനെ കരുതപ്പെടുന്നു. പവിത്രമായ ഗംഗയെ പാദം തൊടുകയോ മറികടക്കുകയോ ചെയ്യരുത്. ഭക്തർ മാത്രമല്ല, തന്ത്രിയും മേൽശാന്തിയും എല്ലാം ഈ നിയമം പാലിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ആരും തന്നെ ഓവ് മുറിച്ച് കടക്കരുത്. ഇനി ബലിക്കല്ലിന്റെ പുറമെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ചില ക്ഷേത്രങ്ങളിൽ അപ്രദക്ഷിണം വരുമ്പോൾ ബലിവട്ടത്തിന് അകത്തുകൂടി വരാറുണ്ട്. അത് അവിടുത്തെ സമ്പ്രദായമാകാം, ഒരു പൊതു നിയമമല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ശിവക്ഷേത്രത്തിൽ മാത്രം പ്രദക്ഷിണം പോകുമ്പോൾ ബലിവട്ടത്തിന് പുറത്തുകൂടിയും അപ്രദക്ഷിണം വരുമ്പോൾ പ്രദക്ഷിണത്തിന് അകത്തുകൂടിയും വരികയാണ് ചിലയിടങ്ങളിൽ ചെയ്യുന്നത്. എന്നാൽ പ്രദക്ഷിണവും അപ്രദക്ഷിണവും ബലിവട്ടത്തിന് പുറത്തുകൂടി ചെയ്യാവുന്നതാണ് ഉത്തമം. ഒരു ക്ഷേത്രത്തിലെയും ബലിക്കല്ലിൽ അറിയാതെ പോലും നമ്മൾ ചവിട്ടരുത് എന്നാണ് പറയുന്നത്. അറിയാതെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു കാരണവശാലും നമ്മൾ ബലിക്കല്ലിൽ തൊട്ട് തലയിൽ വെക്കരുത്. ബലിക്കല്ല് തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ദാ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മന്ത്രം 3 തവണ ജപിച്ചാൽ മതി. അറിയാതെ ചെയ്ത അപരാധം നീങ്ങിക്കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്ര വിഗ്രഹത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന സപ്താവരണങ്ങളാണ് മതിൽക്കെട്ട്, പുറത്തെ പ്രദക്ഷിണ വഴി പുറബലിവട്ടം, ചുറ്റമ്പലം, അകത്തെ പ്രദക്ഷിണ വഴി അകബലിവട്ടം, ശ്രീകോവിൽ എന്നിവ. ദേവന്റെ വികാരങ്ങളുടെ മൂർത്തികളാണ് ബലിക്കല്ലുകൾ. അവ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നവയാണ്. ദേവന് ചുറ്റും ഈ വികാരവലയങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവ മുറിഞ്ഞാൽ വികാരങ്ങളുടെ മൂർത്തികളായ ഗന്ധർവന്മാരെ ബാധിക്കുമത്രേ. എന്നാൽ നടവഴിയിലൂടെയാണ് എങ്കിൽ ദേവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നടവഴിയിലൂടെ കടന്നു പോകാം. പരസ്പരം ബന്ധിച്ചു നിന്ന് ദേവനിലേക്ക് അന്തർമുഖരായി വികാരങ്ങൾ അടക്കി ധ്യാനാവസ്ഥയിൽ കഴിയുന്ന മൂർത്തികളെ ഇടമുറിഞ്ഞും ചവിട്ടിയും ധ്യാനം തടസ്സപ്പെടുമ്പോൾ അവ കോപിക്കും എന്നാണ് തത്വം. അതുപോലെ ശിവക്ഷേത്രത്തിൽ ജലം, പാൽ തുടങ്ങിയ ദ്രവ്യങ്ങൾ ഭക്തർ നേരിട്ട് ശിവലിംഗത്തിൽ ഒരിക്കലും അഭിഷേകം ചെയ്യരുത്. അവ ഇരുമ്പ് പാത്രത്തിൽ സമർപ്പിക്കരുത്. അതായത് ഇരുമ്പ് രക്തസമാനമാണ് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഭക്തർ വിഗ്രഹത്തിൽ തൊട്ടു തൊഴാനും പാടില്ല എന്നും പ്രമാണമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു അറിവ് എല്ലാവർക്കും പുതിയതായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പേർക്കെങ്കിലും അറിയില്ലാത്ത കാര്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതൊരു അറിവ് എന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്ററിവുകളും മറ്റ് വിവരങ്ങളുമായി വീണ്ടും കാണാം.